मुनिभिः शृणुयाम देवाः भद्रं पश्येमक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिर्व्यसेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ओम शांति शांति शांतिः। परीक्ष्य लोकान् कर्मचितान् ब्राह्मणो निर्वेदमायात् नास्त्यकृतकृतेन तद्विज्ञानार्थं स गुरुमेवाभिगच्छेत् समित्पाणिः ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പം ഇവിടെ തദ്വിജ്ഞാനാർത്ഥം, അക്ഷരവിജ്ഞാനാർത്ഥം അഥവാ ബ്രഹ്മവിജ്ഞാനാർത്ഥം സഹ ജിജ്ഞാസുഹു, ആ ജിജ്ഞാസു ഗുരും അഭിഗച്ഛേദേവ, ഗുരുവെ പ്രാപിക്കുക തന്നെ വേണം ഒരർത്ഥം. മറ്റൊരർത്ഥം ഗുരും ഏവ അഭിഗച്ഛേത്, ഗുരുവെ തന്നെ പ്രാപിക്കണം. രണ്ടിനും രണ്ടർത്ഥമാണ്. എങ്ങനെയുള്ള ഗുരുവെ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആശയം നേരത്തെ പറഞ്ഞു. ഗുരു ശ്രോത്രിയനാണോ ബ്രഹ്മനിഷ്ഠനാണോ എന്ന് നമുക്കറിയില്ല, ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റില്ല. വെറുതെ വിചാരിക്കാൻ പറ്റും. വളരെ ലക്ഷണയുക്തമായി ശാസ്ത്രത്തെ പൂർവാപര ബന്ധത്തോടു കൂടി സമർത്ഥിക്കുന്നത് കൊണ്ട് ശാസ്ത്രസാരം ഗ്രഹിച്ചു എന്നർത്ഥമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെന്നുള്ളത് കൊണ്ട്, എഴുതാൻ കഴിഞ്ഞില്ലെന്നുള്ളത് കൊണ്ട് ശാസ്ത്രസാരം ഗ്രഹിച്ചില്ല എന്നും അർത്ഥമില്ല. ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ ശരിയായ ശിഷ്യനാവുക, ശിഷ്യഭാവം നമ്മിൽ പൂർണ്ണമാവുക. നമ്മിൽ ശിഷ്യഭാവം പൂർണ്ണമായോ നമുക്ക് ശരിയായ ഗുരുവെ കണ്ടെത്താൻ പറ്റും. ഇല്ലെങ്കിൽ തട്ടിമുട്ടി അവിടുന്ന് മാറും, ഉറപ്പ്. അതുകൊണ്ട് ശിഷ്യഗുണം വളർത്തുക. വിവേകം, വൈരാഗ്യം, ശമാധി, ഷട്കം, മുമുക്ഷുത്വം ഇത്യാദി. ശരി, അപ്പോൾ ഗുരുവെ പറഞ്ഞു. ഗുരുവെ പറയുന്നതോടുകൂടെ ശിഷ്യനെയും പറഞ്ഞു. ജിജ്ഞാസുവിൻ്റെ കർത്തവ്യം പറഞ്ഞു. എപ്പോഴാണെന്നും പറഞ്ഞു. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ, അത് വളരെ പ്രധാനമാണ്. കർമ്മചിതങ്ങളായ കർമ്മങ്ങളിലൂടെ സഞ്ചിതങ്ങളായ അനുഭവ മണ്ഡലങ്ങളെ ശരിക്ക് പരീക്ഷിച്ചിട്ട്. കാരണം പലപ്പോഴും നമ്മൾ ബാഹ്യങ്ങളായ പലതിലുമാണ് വീണു പോവുക. അതുകൊണ്ട് പരീക്ഷ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. പൂതന്മാരെ പോലും ആകർഷിക്കുന്നവളാണ് പൂതന. പൂതന വ്രജത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഏതെങ്കിലും അമ്മമാർക്ക് മനസ്സിലായോ എവൾ ആരാന്ന്? ഇല്ല. പിഞ്ചു കുഞ്ഞിനെ ആരെന്ന് പോലും അറിയാത്തൊരു ആൾക്ക് അങ്ങോട്ട് എടുത്ത് ലാളിക്കാൻ കൊടുക്കണമെങ്കിൽ, പക്ഷെ ഒരാൾക്ക് മനസ്സിലായി, ഒരാൾക്ക് മാത്രം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഗുരുനാഥന്മാർ പറയാറുണ്ട്, ഈ ഇവിടെ എന്താ പറയുക എന്നറിയില്ല, ചില നാട്ടിൽ വെളി പറയും, ചില നാട്ടിൽ താള് പറയും. ചൊറിയണതാണ്. അതും ചെറുചേമ്പും കണ്ടാൽ തിരിച്ചറിയണം. രണ്ടും ഒരുപോലെ ഇരിക്കും, ഒരുപോലെ ഇരിക്കും. ഇതാന്ന് വിചാരിച്ചു അത് കറി വെച്ചാൽ ചൊറിയുണ്ടാവും. എന്നാൽ അത് കറി വെച്ചൂടെ? അസ്സലാണ്. അത് സ്ഫുടം ചെയ്തിട്ട് വേണം കറി വെക്കാൻ. ഒന്നുകിൽ പുളിയുടെ വെള്ളത്തിലോ, ചിലർ മോരിലോ, നല്ല പുളിച്ച മോരിലോ സ്ഫുടം ചെയ്തിട്ട് കറി വെക്കാം. അല്ലെങ്കിൽ ചൊറിഞ്ഞിട്ട് നാട്ടിലിരിക്കില്ല. പക്ഷെ കണ്ടാൽ ഒരുപോലെ ഉണ്ടാവും.
നമ്മളെ ഉത്തരാഖണ്ഡ് സർക്കാർ ഒരു 3-4 മാസം മുമ്പ് ഓപ്പറേഷൻ കാലനേമി എന്നൊരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ കാലനേമി ഒരാഴ്ച കൊണ്ട് 2000 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കാഷായ വസ്ത്രം ധരിച്ച്, രുദ്രാക്ഷം ധരിച്ച്, ഭസ്മം ദേഹം മുഴുവൻ പൂശി, സന്യാസി എന്നുള്ള ഭാവത്തിൽ നടന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരുപാട് മഹാസ്വാമിമാരെ. അതോടുകൂടി എന്തുണ്ടായി? ബാക്കി അജാതിയൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടു. ഒക്കെ ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ട്. അതേ തമാശയാന്ന് വിചാരിക്കല്ലോ, ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ മൊത്തം ഭാരതത്തിലൊരു ഓപ്പറേഷൻ കാലനേമി വേണ്ടി വരും. എന്നാ പ്രശ്നമില്ല. ഇവരോരോ വീട്ടിൽ പോയിട്ട് വിവാഹം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഞങ്ങൾ മരുന്ന് തരാം, മക്കളുണ്ടാവും. കലഹമുള്ളവർക്ക് കലഹം ഇല്ലാണ്ടാക്കി തരാം, ഞങ്ങളത് ചെയ്യാം, ഇത് ചെയ്യാം. ഇങ്ങനെ പണം സമ്പാദിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചില അല്ലറ ഇല്ലറ മോഷണങ്ങൾ, അത് ഇതൊക്കെ. ഏതായാലും ഇപ്പോൾ അവിടെ ഒരുവിധം ക്ലീനായി. ഇപ്പോൾ ഇവിടെ കൂടിയ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്, വളരെ കൂടിയിട്ടുണ്ട്. എങ്ങനെ വളരെ കൂടിയത് എങ്ങനെ പറയാൻ പറ്റുന്നത്? എനിക്ക് പറയാൻ പറ്റും. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം പേര് വരുന്നത് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ വരും. ആനന്ദാശ്രമം കഴിഞ്ഞാൽ ഉടനെ കുളത്തൂർ അദ്വൈതാശ്രമത്തിലാണ് വരിക. കേരളത്തിൽ ഏറ്റവും അധികം വരുന്ന 2 സങ്കേതങ്ങളിലൊന്ന് കുളത്തൂർ അദ്വൈതാശ്രമമാണ്. ഇപ്പോൾ 4 മാസമായിട്ട് വളരെ എണ്ണം കൂടി. ശരി, സംഗീതജ്ഞ ശരിയാ, ഇതല്ലല്ലോ വിഷയം. ഇല്ല, സംഗീതം, നൃത്തം, വാദ്യം ഇത്യാദി ഇന്ദ്രിയ വിഷയങ്ങളായ എല്ലാം, പഞ്ചേന്ദ്രിയങ്ങളായ വിഷയങ്ങളെയെല്ലാം നമുക്ക് വിലയിരുത്താൻ പറ്റും. അത് പൂർണ്ണമാകുമല്ല, ഒരിക്കലും പൂർണ്ണമല്ല, ഭാഗികമായിട്ട് അത്രയേ പറ്റുള്ളൂ. ഒരു ദിവസം ഞാനൊരു വീട്ടിൽ പോയി. അപ്പോൾ അവരെ മുൻകൂട്ടി അറിയിച്ചിട്ടല്ല പോയത്. അത്രയും സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഉമ്മറത്തെ വലിയൊരു മുറിയുണ്ട്, കയറി ചെല്ലുക വലിയ മുറിയിലേക്കാണ്. അവിടെ 3-4 പേര് ഇരുന്നിട്ട് പേപ്പർ വാല്യുവേഷനാണ്. ഈ 3-4 പേര് ടീച്ചേഴ്സാണോ? അല്ല, അവിടുത്തെ അമ്മ മാത്രമേ ടീച്ചറുള്ളൂ. അപ്പോൾ ആൻസർ ഷീറ്റ് ഇന്നതാണെന്ന് അമ്മ ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ട്, ഒരു ഷീറ്റുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മാർക്ക് ഇടുക തന്നെയാണ്, അത് നോക്കി കറക്റ്റാണ്. ടേക്ക്. അതുപോലെ നമുക്കും ഗുരുവിനെ പറ്റി പറയുന്ന, എൻ്റെ ഗുരു വലിയ ഗുരു കേട്ടോ, എൻ്റെ ഗുരു വലിയ ജ്ഞാനിയാണ് ഒക്കെ പറയാം. ശരി, ഇനി അങ്ങനെ ഗുരുനാഥനെ പ്രാപിക്കണം എന്ന് പറഞ്ഞു. പ്രാപിച്ചാലോ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? തസ്മൈ സ വിദ്വാനുപസന്നായ സമ്യഗ് പ്രശാന്തചിത്തായ ശമാന്വിതായ യേനാക്ഷരം പുരുഷം വേദ സത്യം പ്രോവാച താം തത്വതോ ബ്രഹ്മവിദ്യാം. തസ്മൈ സ വിദ്വാനുപസന്നായ സമ്യഗ് പ്രശാന്തചിത്തായ ശമാന്വിതായ യേനാക്ഷരം പുരുഷം വേദ സത്യം പ്രോവാച താം തത്വതോ ബ്രഹ്മവിദ്യാം. തസ്മൈ
സമ്യക് ഉപസന്നായ, സമ്യക് ഉപസന്നായ, സമ്യക് പ്രശാന്തചിത്തായ, സമ്യക് ശമാന്വിതായ. ഈ സമ്യക് എല്ലാത്തിനോടും വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട, അത് അവനവൻ്റെ ഇഷ്ടമാണ്. സഹ വിദ്വാൻ പ്രോവാച. സഹ വിദ്വാൻ, ആ വിദ്വാൻ, ആ വിദ്വാൻ, ഏത് വിദ്വാൻ? ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു. ആരെയാണോ തദ്വിജ്ഞാനാർത്ഥം ശിഷ്യൻ പ്രാപിച്ചത്, ആ ഗുരു എന്ത് ചെയ്യണം? സഹ വിദ്വാൻ, ആ വിദ്വാൻ, തസ്മൈ അവനായിക്കൊണ്ട്, അവനോടായിക്കൊണ്ട്, പ്രോവാച പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് അടുത്ത ഖണ്ഡം തൊട്ട് നമുക്ക്, അടുത്ത മുണ്ടകം തൊട്ട് പഠിക്കാം. ഇനി ഇവിടെ വേറൊരിത്, പ്രോവാച എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് ശ്രുതി ആയതുകൊണ്ട്, ഛാന്ദസമായതുകൊണ്ട് കണിശമായി വ്യാകരണ നിയമങ്ങൾക്കനുസരിച്ച് അർത്ഥം പറഞ്ഞോളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ പ്രബ്രൂയാത്, പറയണം എന്നാക്കി മാറ്റണം. ആക്കി മാറ്റണ്ട, അതിൻ്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കണം. പറഞ്ഞു എന്നുള്ളതിനർത്ഥം പറയണം എന്നാക്കണം. അല്ല, പറഞ്ഞു എന്നാണെങ്കിൽ എന്താ പറഞ്ഞതെന്ന് ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരം അടുത്ത മുണ്ടകം തൊട്ട് പഠിക്കണം. എന്താ പറഞ്ഞു എന്നുള്ളത് അടുത്ത തൊട്ടുണ്ട്. അല്ലെങ്കിൽ പറയണം എന്നർത്ഥം മനസ്സിലാക്കുക. അപ്പം തസ്മൈ സമ്യക് ഉപസന്നായ, അവനോടായിക്കൊണ്ട്, നല്ലപോലെ ഉപസന്നനായിക്കൊണ്ട്, നല്ലപോലെ അരികെ പ്രാപിച്ചവൻ, നല്ലപോലെ അരികെ പ്രാപിച്ചവൻ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഉപസദനത്തിന് വിധിയുണ്ട്. നമ്മളതിനെക്കുറിച്ച് സാമാന്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മുൻപ്. അവിടെ ആന്തരികമായ ശ്രദ്ധ, തത്പരത, ഇന്ദ്രിയ സംയമം, ബാഹ്യമായ നമസ്കാരം, സേവ, പരിപ്രശ്നം, ഇത് രണ്ടും നേരത്തെ പറഞ്ഞതാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ എന്ന ബാഹ്യം, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയഃ എന്ന ആന്തരികം. ഇതാണ് വേണ്ടത്. അതാണ് സമ്യക് ഉപസന്നൻ, വിധിപ്രകാരം അരികെ പോയവൻ. അപ്പം നമസ്കരിച്ചു, സേവ ചെയ്തു, തൻ്റെ ജിജ്ഞാസയെ പ്രകടമാക്കി, ഉള്ളിലാകട്ടെ പൂർണ്ണമായ ശ്രദ്ധയുണ്ട്, ഇന്ദ്രിയ സംയമമുണ്ട്, ഗുരുനാഥൻ ഉപദേശിക്കുന്നത് അനുഷ്ഠിക്കാനുള്ള തത്പരതയുണ്ട്. അത്യന്ത വിനയത്തോടുകൂടി സമീപത്തിൽ വന്നിരിക്കുന്ന ആ ജിജ്ഞാസുവിനോട് തസ്മൈ ഉപസന്നായ. അപ്പോൾ ഉപസദന വിധി വളരെ പ്രധാനമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശങ്കരാചാര്യസ്വാമികൾ ഭഗവാൻ ഭാഷ്യകാരൻ ഒരിടത്ത് പറയുന്നുണ്ട്, മധ്യദീപികാന്യായേന അസ്മദാദിഷു അപി ഉപസദന വിധേഹേ ഇഷ്ടത്വാത് എന്ന് ഭാഷ്യത്തിലൊരിടത്ത് പറയുന്നുണ്ട്. മധ്യദീപിക ന്യായം കൊണ്ട് നമ്മളെപ്പോലുള്ളവർക്കും ഉപസദന വിധി ഇഷ്ടമായതുകൊണ്ട്.
എന്താ ഇതിൻ്റെ അർത്ഥം? നോക്കൂ, പുറമെ വിളക്ക് വെച്ചാൽ പുറമെ കാണും, അകത്ത് വിളക്ക് വെച്ചാൽ അകത്ത് കാണും, നടുവിൽ വെച്ചാലോ പുറത്തും കാണും അകത്തും കാണും. ഇതുപോലെ ഇതാണ് മധ്യദീപിക ന്യായം. അതുപോലെ നമ്മുടെ പൂർവാചാര്യന്മാർ ചെയ്ത് കാണിച്ചു തന്നത്, എന്താണ്? രണ്ടുമാണ്. പൂർവികന്മാർ ചെയ്തിരുന്നു എന്നുള്ളതുമാണ്, വരാൻ പോണവർ ചെയ്യണം എന്നുള്ളതുമാണ്. വ്യക്തമാണല്ലോ പറഞ്ഞത്. എല്ലാ ആചരണങ്ങളും അങ്ങനെയാണ്. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്നെല്ലാം ശീലിക്കുന്ന ആചരണങ്ങൾ അവരുണ്ടാക്കിയതല്ല, അവർക്ക് പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതാണ്. അത് നമ്മൾ പിന്തുടർന്ന് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതാണ്. അതുകൊണ്ട് ഉപസദന വിധി നമുക്കും ഇഷ്ടമാണ്. ശാധിമാം ത്വാ പ്രപന്നം, പരിപൂർണമായി നിന്നിൽ സമർപ്പിതനായ എനിക്ക് ഉപദേശം ചെയ്താലും. അപ്പോൾ ഉപസദന വിധിക്ക് അനുസരിച്ച് പ്രാപിച്ചവൻ. അത് കഴിഞ്ഞതിൽ പറഞ്ഞു സമിത്പാണിഹി എന്ന്. കയ്യിൽ സമിധ ഉണ്ട്, ആ ഭാവമൊന്നും ഉള്ളിലില്ലാച്ച പ്രയോജനമില്ല. ഭാവം ഗുരുവിന് മനസ്സിലാവും ഇല്ലേ? കൃത്രിമമായി കാണിക്കുന്ന ബഹുമാനവും സ്വാഭാവികമായിട്ടുള്ള ബഹുമാനമൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടല്ലേ ഇപ്പം ഇയാൾ അവിടെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് സമ്യക് ഉപസന്നായ, സമ്യക് നല്ലപോലെ ഉപസന്നനായവന് സ വിദ്വാൻ, ആ വിദ്വാൻ എന്ത് ചെയ്യണം? പ്രോവാച, പറഞ്ഞു കൊടുക്കണം. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. പിന്നെ എന്ത് വേണം? ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി ഉറപ്പ് വരുത്തണം. അത് ഒരു നിസ്സാരമായ വിഷയമല്ല ഉപദേശിക്കാൻ പോണത്. പ്രാഥമികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആർക്കും ഉപദേശിക്കാം. ഇത് വളരെ ഉത്തരവാദിത്തമുണ്ട്. അത്രയും വലിയൊരു നിധിയാണ് ഏൽപ്പിക്കാൻ പോണത്. അപ്പം അതുകൊണ്ട് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് താൻ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് പ്രശാന്തചിത്തായ 1, ശമാന്വിതായ 2. ഒന്നവൻ പ്രശാന്തചിത്തനാണെന്ന് ഉറപ്പിച്ചിട്ട് അങ്ങനെയുള്ളവനാണ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ളവനായിക്കൊണ്ട്, ഇപ്പോൾ പ്രശാന്തചിത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴല്ലേ പ്രശാന്തചിത്തനാണോ അല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. വളരെ പ്രശാന്തനായിട്ട് നമുക്കൊക്കെ വളരെ മിനുങ്ങി പോളിഷ് ചെയ്ത് കൂട്ടപ്പന്മാരായിട്ട് അഭിനയിക്കാൻ പറ്റും. നമ്മളെപ്പോലെ ഒരു പ്രശാന്തൻ വേറെ ഇല്ല എന്നുള്ള മട്ടിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ ജീവിത സാഹചര്യം വരുമ്പോഴാണ് പ്രശാന്തനാണോ അല്ലയോ എന്ന് മനസ്സിലാവുക. കുറച്ച് മതി. പ്രശാന്തനാണോ അല്ലയോ എന്ന് മനസ്സിലാവുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതിനുള്ള സാഹചര്യങ്ങൾ വേണം. ആ സാഹചര്യങ്ങളിലൂടെ ഗുരു കടത്തിവിടും. ഒന്നുകിൽ പണത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയൊക്കെ നടുവിലായിരിക്കാം, അല്ലെങ്കിൽ പെണ്ണിൻ്റെ ആണിൻ്റെയൊക്കെ നടുവിലായിരിക്കാം. പെണ്ണിൻ്റെ ആണിൻ്റെ എന്ന് പറയാൻ കാരണം ഇതര ലിംഗം എന്നുള്ള അർത്ഥത്തിലാണ്. പെണ്ണിനെ സംബന്ധിച്ചാണ്, ആണിനെ സംബന്ധിച്ച് പെണ്ണ്. പല സാഹചര്യങ്ങൾ. ചിലപ്പോൾ ഗുരുനാഥന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോകപൂജ്യതയോ ഗുരുനാഥന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാദരവോ ഒക്കെ ആയിരിക്കാം ഇയാൾ കണ്ടിട്ടുണ്ടാവുക.
അയാൾ ആ പദവിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം തനിക്കും ആദ്യം തന്നെ ഇതൊക്കെ വേണമെന്നായാലോ ആ പ്രശ്നമില്ലേ? ഇല്ല, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. പലപ്പോഴും നമ്മളെ തുലനം ചെയ്യുക, ഒരു പ്രകാരത്തിലും തുലനം ചെയ്യാൻ യോഗ്യതയില്ലാത്തവരെ ആയിരിക്കും. നമ്മൾ തുലനം ചെയ്യുക, ഒരു പ്രകാരത്തിലും തുലനം ചെയ്യാൻ നമുക്ക് യോഗ്യതയില്ലാത്ത അങ്ങനെയുള്ളവരുമായിട്ടായിരിക്കും. അപ്പോൾ വളരെ വലിയ പ്രശ്നമാണ്. ഒരു സന്യാസാശ്രമത്തിൽ വിദ്യാർത്ഥിയായി അവിടെ ബ്രഹ്മചാരിയായി ചേരണം എന്നുള്ള ഉദ്ദേശിച്ച ചെറുപ്പക്കാരൻ വന്നു. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പുകവലിക്കും. ഇതവിടുത്തെ സ്വാമിജി മനസ്സിലാക്കി. അപ്പോൾ സ്വാമിജിക്ക് ഇയാളവിടെ നിന്നാൽ തിരക്കേടില്ല, ചെറുപ്പക്കാരനല്ലേ, പാവം. അതേ സമയത്ത് ഈ ശീലത്തോടു കൂടി ഇവിടെ നിൽക്കാനും വയ്യ. അതുകൊണ്ട് വേറൊരു ബ്രഹ്മചാരിയോട് പറഞ്ഞ് ശട്ടം കെട്ടി, ഒന്ന് അയാളുമായിട്ടൊന്ന് സംസാരിക്കൂ. ഒന്നാമനായിട്ട് സംസാരിച്ചു. പറഞ്ഞു, വിവേകാനന്ദ സ്വാമി പുക വലിക്കില്ലായിരുന്നോ? ഇല്ലേ? എന്താ, വിവേകാനന്ദ സ്വാമി വലിക്കായിരുന്നു, സത്യമാണ്. പുക വലിക്കുന്നല്ല, പലപ്പോഴും ചെയിൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് വലിക്കും. യവൻ വിവേകാനന്ദ സ്വാമിയോട് തുലനം ചെയ്യാൻ പോയാൽ എന്താ തോന്നുന്നു? വിവേകാനന്ദ സ്വാമി എങ്ങനെ വിവേകാനന്ദ സ്വാമി ആയി? വിവേകാനന്ദ സ്വാമി ആയ ശേഷം അവൻ എന്തൊക്കെ ചെയ്തു? യവനോ എന്താ ചെയ്യാം? സന്ദർഭവശാൽ പറയട്ടെ, ആ രണ്ടാമൻ ഈ പറയുന്ന ആളായിരുന്നു. അപ്പോൾ അന്ന് അവിടെ കുറേ സ്ഥാപനങ്ങളുടെ ചാർജൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്റ്റോറിൻ്റെ ചാർജുണ്ട്. വളരെയധികം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന വലിയ സ്റ്റോറാണ്, അതിൻ്റെ ചാർജുണ്ട്. അവിടെ അടുക്കളയിൽ വലിയ ദോശ ചട്ടിലോ ഒന്നിച്ചൊരു 40 ദോശയൊക്കെ ഉണ്ടാവും. അത്രയും വലുതാണ്. അത്രയും വലിയ ചട്ടിൽ ദോശ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു 4 ആൾക്കാർ ഇങ്ങനെ നിന്നിട്ടാണ്. അടിയിലൂടെ നല്ല അഗ്നിയാണ്. അന്ന് നമ്മൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ തുള്ളി വെള്ളം അതിലൊന്ന് തെളിക്കാൻ പറഞ്ഞു. അതിൽ തെളിച്ചു, ഷൂ 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 കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതേപോലത്തെ ഒരു തട്ടിപ്പുറത്ത് വെച്ചിട്ടുണ്ട് നിലത്ത് വെറുതെ, അതിൽ കുറച്ച് വെള്ളം തെളിച്ച് നോക്കൂ. അതിൽ വെള്ളം തെളിച്ചാൽ അവിടെ കിടക്കും. ഏതായാലും ആളന്ന് സ്ഥലം വിട്ടു, പിന്നെ അവിടെ നിന്നില്ല. സ്വാമി ചോദിച്ചു, നീ അയാൾ പറഞ്ഞു ചോദിച്ചു പോലെ വഴക്കാറ്റ പറഞ്ഞു, എന്താ ആൾ പറഞ്ഞു പോയല്ലോ, അയാൾ പാവം, അയാൾ പോയില്ലേ, നീ അയാൾ പറഞ്ഞു വിട്ടുവോ? ഞാൻ പറഞ്ഞു വിട്ടു ഇല്ല, അയാൾ പോകണമെന്ന് എനിക്കൊരു സങ്കല്പവും ഇല്ല. അയാൾ താനേ പോയി, ഞാൻ എന്ത് ചെയ്യാനാ? പോട്ടെ, പോണത് പോട്ടെ. ഇത് കഥയല്ല. അപ്പം നമ്മൾ തുലനം ചെയ്യുന്ന ആരുമായിട്ടാണ്? വിവേകാനന്ദ സ്വാമിയായിട്ട്. ശ്രീരാമകൃഷ്ണദേവൻ ഹുക്ക വലിക്കില്ലായിരുന്നു. എടാ, നീ രാമകൃഷ്ണദേവനായിട്ടാണ് അറിഞ്ഞത്. നീ ആദ്യം നീ ഒന്ന് ഇരിക്ക്, എന്നിട്ടാക്കാം. അവരൊക്കെ ഇരുന്നവരാ. ഇരുന്ന ശേഷം അവരെന്ത് ചെയ്തു നീ നോക്കണ്ട, നീ ഒന്ന് ഇരിക്കി. അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് പ്രശാന്തചിത്തനാണോ എന്നുള്ളത് പരിശോധിക്കണം. അതിനത്തരം സാഹചര്യങ്ങളിലൂടെ കടത്തിവിടണം. അത് പ്രധാനമാണ്. രണ്ടാമതായിട്ട് പറയാണ് ശമാന്വിതായ.
ശമത്തോടൊത്തവൻ. ശമം മനോനിയന്ത്രണം. ശമം വേണമെങ്കിൽ ദമം വേണം, ദമം വേണമെങ്കിൽ ശമവും വേണം. ദമം ഇന്ദ്രിയ നിയന്ത്രണം. അപ്പോൾ പരിപൂർണമായ ഇന്ദ്രിയ മനോനിയന്ത്രണമുള്ളവനാണ് എന്നുറപ്പ് വരുത്തണം. അതിനത്തരം സാഹചര്യങ്ങളിലൂടെ കടക്കണം, അല്ലാതെ മനസ്സിലാവില്ല. കുറച്ച് ഇത്രയ്ക്കൊക്കെ പറയണോ, ഇത് കുറച്ച് കടന്ന പറച്ചിലല്ലേ എന്ന് നമുക്ക് മനുവിനോട് ദേഷ്യം തോന്നിയേക്കാവുന്ന ഒരു ഭാഗമുണ്ട്. വിദ്യാർത്ഥിയുടെ ചിട്ട പറയുമ്പോൾ, ഗൃഹസ്ഥൻ്റെ ചിട്ട പറയുമ്പോൾ, മാത്ര സ്വസ്ര ദുഹിത്രാച്ച നൈവൈകാസനോ ഭവേതെന്ന്. അമ്മയോടോ മകളോടോ സഹോദരിയോടോ പോലും ഒറ്റയ്ക്ക് ഏകാസനത്തിലിരിക്കരുത്. ഇതൊരു ദുഷ്ടന മനോന്ന് തോന്നിപ്പോകും നമുക്ക്. ഇതൊരു വൃത്തികേട്ടത്. അമ്മയോട് കൂടി ഒറ്റയ്ക്ക് ഇരുന്നാൽ എന്താ കുഴപ്പം? അത്ര പോലും എന്നാ പറഞ്ഞത്, അത്ര പോലും. അമ്മയോട് പോലും, സഹോദരിയോട് പോലും, മകളോട് പോലും കൂടെ ഒറ്റയ്ക്ക് ഏകാന്ത ദേശത്തൊരാസനത്തിൽ ദീർഘകാലം ഇരിക്കരുത്. ബലവാൻ ഇന്ദ്രിയഗ്രാമ. ഇന്ദ്രിയഗ്രാമം ബലവാനാണ്. അവിടെ പോലും എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. പോലും. അപ്പം നമ്മൾ വിവിധ വിഷയങ്ങളുടെ മധ്യത്തിൽ അതും ബഹുമാനിക്കാനൊക്കെ ധാരാളം യുവതികളും യുവാക്കളും സമ്പത്തും അതും ഇതും ഒക്കെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ആദ്യം മോള് നിനക്ക് ഞാൻ അത് പഠിപ്പിച്ചു തരാം ഇത് പഠിപ്പിച്ചു തരാം എന്നൊക്കെയാണ് തോന്നുക. പക്ഷേ പതുക്കെ 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 മോള് മാറി എൻ്റെ മോളാവും. അങ്ങനെ 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 മാറ്റങ്ങൾ വരാം, നമുക്കറിയാൻ പറ്റില്ല. പിന്നെ കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാനുള്ള കഴിവും ഉണ്ടാവും. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതാണ് മനു അത്രയും കരുതൽ ഉപദേശിച്ചത്. ഇലയും പച്ചവെള്ളവും കിഴങ്ങുകളും മാത്രം കഴിച്ച് വെറും തറയിലും കല്ലിന് മുകളിലും അല്ലെങ്കിൽ ഇല കൊണ്ടുള്ള തൽപ്പത്തിലും കിടന്നുറങ്ങി കഴിയുന്നവർക്ക് പോലും ഇതര ലിംഗവുമായി ചേർന്ന് കഴിയുമ്പോൾ മറ്റു ഭാവനകൾ വരാം. എന്നിരിക്കെ ദിവസവും കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന സുഖമായി വസിക്കുന്നവർക്ക് ഉണ്ടാവില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞാലും വിശ്വസിക്കാൻ വിഷമമുണ്ട്. അപ്പം അതുകൊണ്ട് ശമാന്വിതായ ദമാന്വിതായ എന്നൊക്കെ ഉള്ള വാക്കുകൾക്ക് വളരെ വലിയ അർത്ഥമുണ്ട്. ശമാന്വിതായ, ദമാന്വിതായ, പ്രശാന്തചിത്തായ, അങ്ങനെയുള്ള ആൾക്ക് എന്തൊക്കെ വേണം? ഒന്ന് സമ്യക് ഉപസന്നനായി, 2 പ്രശാന്തചിത്തനാണ്, 3 ശമാന്വിതനാണ്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ളതൊക്കെ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ സമ്പന്നനാവണം, സാധനാസമ്പന്നനാവണം. സമ്പന്നന്മാർക്കേ വേദാന്തം ഉപദേശിക്കാൻ പാടുള്ളൂ. സാധനാസമ്പന്നയാട്ടോ,
അത് പറയുന്നുണ്ട്. ശ്രദ്ധയാ സത്യമാപ്യതേ പുഷ്കലേന ധനേന. ശ്രദ്ധ കൊണ്ട് സത്യത്തെ അറിയാൻ കഴിയും, വലിയ സമ്പത്ത് കൊണ്ടും അറിയാൻ കഴിയും. ഏതാ ഈ സമ്പത്ത്? സാധനാ സമ്പത്താണ്, അല്ലാതെ മറ്റു നമ്മൾ വിചാരിക്കുന്ന കറൻസി അല്ല. സമ്പന്നന്മാർക്കുള്ളതാ ബ്രഹ്മവിദ്യ, ഉറപ്പ്. ഇത് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയാട്ടോ, ഇല്ലേ? പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഓർത്ത് പോണത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 90 അല്ല, 90-ൽ 91-ൽ 1991-ൽ കൊളത്തൂർ വെച്ചിട്ട് ആധ്യാത്മിക അന്തര്യോഗം ആദ്യമായി സംഘടിപ്പിക്കുകയാണ്. അന്ന് അദ്വൈതാശ്രമമൊന്നുമില്ല. അദ്വൈതാശ്രമം 92-ലാണ് തുടങ്ങിയത്. ഇത് കൊളത്തൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആരൊക്കെ വിളിക്കണം എന്നൊക്കെ ആയി. അങ്ങനെ പലരുടെ പേരിട്ട് ഓരോ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേഷൻ വേണം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഒരു ബ്രഹ്മചാരിയെ കണ്ടുവച്ചു. അങ്ങനെ ആ ബ്രഹ്മചാരിയെ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ നേരിട്ട് പോയി. അപ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാമിലാണ്, അവിടെ പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ വേദാന്തം എന്ന് പറഞ്ഞാൽ അത് അത്ര ചീപ്പല്ല. വേദാന്തം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ചീപ്പല്ല. അതുകൊണ്ട് ഞാൻ വരണമെങ്കിൽ കാറ് കൊടുത്തയക്കണം. സത്യം പറഞ്ഞാൽ കാറിനുള്ള വ്യവസ്ഥയൊക്കെ അവിടെ ഉണ്ട്. അത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അന്നവിടെ കാറൊന്നുമില്ല, എങ്കിലും കാറിനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതിന് ഇത്ര എസ്റ്റിമേറ്റ് വരും, ഇത്ര ഇന്ന കോസ്റ്റ്, ഇത്ര ഭക്ഷണത്തിന് ഇത്ര ചിലവ്, പന്തലിന് എല്ലാം ഇട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രഭാഷകന്മാരെ കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനുള്ള കാറിൻ്റെ ചിലവ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ് വേദാന്തം അത്ര ചീപ്പല്ല എന്നാണ്. അതുകൊണ്ട് എനിക്ക് പോകാനും വരാനുള്ള കാർ ഏർപ്പാട് ചെയ്യണം. 2, ഞാൻ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ അതിനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അവിടെയാണ് നമ്മൾ ആകെ പ്രശ്നമായത്. അന്ന് അവിടെ ഒരു സൗകര്യവും ഇല്ല. സൗകര്യമൊന്നും വേണ്ട. കുളിക്കാൻ ചൂടുവെള്ളം വേണം. തീർച്ചയായിട്ടും ദേഹത്തിൻ്റെ പല സ്ഥിതികളുണ്ടാവും, ആരോഗ്യസ്ഥിതികളുണ്ടാവും, ചൂടുവെള്ളം വേണ്ടി വരും. അതൊക്കെ നമുക്ക് ഏർപ്പാട് ചെയ്യാം. ഈ പറഞ്ഞൊക്കെ ഏർപ്പാട് ചെയ്യാം. ശരി, എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വരികയും ചെയ്തു, പ്രസംഗിക്കുകയും ചെയ്തു, പോവുകയും ചെയ്തു. ഈ പറഞ്ഞൊക്കെ ഏർപ്പാടും ചെയ്തു. അപ്പം അതിൽ ഈ വേദാന്തം ചീപ്പല്ല എന്ന് പറഞ്ഞപ്പോൾ ഘടിപ്പിച്ചത് എവിടത്തേക്കാ? കാറുമായിട്ടാണ്. അവിടെയാണ് പ്രശ്നം. നേരെ മറിച്ച് എനിക്ക് യാത്ര ചെയ്യാൻ കാറ് വേണം. പിന്നെ യാത്ര ചെയ്യാൻ കാറ് വേണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ മൂപ്പർ ചീപ്പ് എന്നുള്ള പറഞ്ഞു മനസ്സിലാക്കിയില്ല. അങ്ങനെയാണ്. സമ്പന്നന്മാർക്കാണ് വേദാന്തം എന്ന് പറയുമ്പോൾ മൂപ്പർ മനസ്സിലാക്കിയ സമ്പത്ത് മറ്റേ സമ്പത്താണ്. എന്താ ചെയ്യുക? കക്ഷി ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉള്ള ആളാണ്. ഇപ്പോൾ സന്യാസിയാണ്. ഇങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ. അപ്പോൾ പ്രശാന്തചിത്തനായിരിക്കണം, ശമാന്വിതനായിരിക്കണം, പോരാ സമ്യക് ഉപസന്നനായിരിക്കണം, സമ്യക് പ്രാപിച്ചവനായിരിക്കണം. അങ്ങനെയുള്ളവനായിക്കൊണ്ട് എന്ത് ചെയ്യണം? പ്രോവാച്ച്, പറഞ്ഞു എന്നാണ് വാച്യാർത്ഥം. പറയണം എന്ന് നമുക്ക് താത്പര്യം മനസ്സിലാക്കാം. ആര് പറയണം? സ വിദ്വാൻ, ആ വിദ്വാൻ. എന്താ പറയണ്ടേ? ഏന, യാതൊന്നിനെ കൊണ്ട്, ഏന യാതൊന്നിനെ കൊണ്ട്, അക്ഷരം പുരുഷം സത്യം തത്വതഃ വേദ. അക്ഷരം പുരുഷം സത്യം തത്വതഃ വേദ. അക്ഷരത്തെ, അക്ഷരം നേരത്തെ പറഞ്ഞു,
എന്താ അക്ഷരം പറഞ്ഞേ? എത്തദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷു ശ്രോത്രം തതപാണിപാദം നിത്യം സർവഗതം വിഭും സുസൂക്ഷ്മം എന്നൊക്കെ പറഞ്ഞു. തദ്ഭൂതയോനിം യത് പരിപശ്യന്തി ധീരാഹ എന്ന് പറഞ്ഞു. ആ അക്ഷരത്തെ അതെന്താണെന്നിപ്പോൾ വീണ്ടും വ്യാഖ്യാനിക്കാനിരുന്നാൽ പിന്നെ നമുക്ക് ആദ്യം വീണ്ടും തുടങ്ങാം. അത് വേണ്ട, അത് വേണ്ട. ഒരിക്കലും നശിക്കാത്ത പാരമാർത്ഥികമായ സത്യത്തെ അക്ഷരം പുരുഷം അനേന പൂർണ്ണം സർവമിതി പുരുഷ. എല്ലാം എന്തിനാൽ പൂർണ്ണമാണോ, യാതൊരു സത്യത്താൽ എല്ലാം പൂർണ്ണമാണോ അവനാണ് പുരുഷൻ. പുരുഷന് വേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. പുരുഷുവ ശേതേ, പുരങ്ങളിൽ ശയിക്കുന്നവൻ എന്ന് പുരുഷന് അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ജീവാത്മാവിനെ പുരുഷൻ എന്ന് പറയാം. ഈ അർത്ഥത്തിൽ പരമാത്മാ അഥവാ ബ്രഹ്മം എന്നർത്ഥം. പൂർണ്ണം അനേന സർവം. എന്താ അവൻ്റെ സ്വരൂപം? സത്യം, സത്. സർവ വ്യവഹാരങ്ങൾക്കും ആസ്പദമായ അടിസ്ഥാനമായ ഉണ്മ. എന്തുള്ളതിനാൽ എല്ലാം ഉണ്ടോ ആ പരമമായ സത്ത, ഉണ്മ, അസ്തിത്വം മാത്രം, സത്ത്. ആ സത്തിനെ, അക്ഷരത്തെ ഉപദേശിച്ചു കൊടുക്കണം. പക്ഷെ ഉപദേശിക്കണമെങ്കിൽ ഇതൊക്കെ നോക്കണം. ഇതിൻ്റെ മനോഹരമായ ആഖ്യാനം നമുക്ക് പ്രശ്നോപനിഷത്തിൽ കാണാം. ഇവിടെ പറയുന്നതിൻ്റെ മുഴുവൻ വിശദീകരണം പ്രശ്നോപനിഷത്തിലുണ്ട്. കാരണം ഇത് സംഹിതയുടെ ഭാഗമാണ്, മറ്റത് ബ്രാഹ്മണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞതൊക്കെ അവിടെ വിശദീകരിച്ചിരിക്കുക, എല്ലാം ഉണ്ട്. മുണ്ടകത്തിൽ സൂചിതങ്ങളായ വിഷയങ്ങൾ പ്രശ്നത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം ഇല്ല, കുറേ വിഷയങ്ങൾ. അവിടെ നമുക്ക് കാണാം 6 ജിജ്ഞാസുക്കൾ, 6 സത്യജിജ്ഞാസുക്കൾ. അവരുടെ പേര് വിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പല നാടുകളിൽ നിന്ന് വന്നവരാണ്. വിഭിന്നങ്ങളും വിദൂരങ്ങളുമായ ദേശങ്ങളിൽ നിന്നുള്ള 6 സത്യാന്വേഷകർ ഒത്തുചേർന്നു. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ സത്യാന്വേഷണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊരു ഉപനിഷത്ത് യജ്ഞം 5 ദിവസം ഉണ്ട് എന്ന് കേട്ടു. എവിടുന്നൊക്കെയോ കേട്ടു, ആരോ പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ വല്ല ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തൊക്കെയോ ചില മെസ്സേജുകൾ കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും പ്രഭാഷണത്തിൻ്റെ ഭാഗമായി പറഞ്ഞു. അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അറിഞ്ഞു, അല്ലേ? പല നാട്ടിലുള്ളവരുണ്ട് ഇവിടെ. കൂടുതലും പാലക്കാട് ജില്ലയിലുള്ളവരാണ്. എന്നാൽ പാലക്കാട് ജില്ല അല്ലാതെ കൊല്ലം ജില്ല ഉണ്ട്, കോട്ടയം ജില്ല ഉണ്ട്, പത്തനംതിട്ട ജില്ല ഉണ്ട്, കോഴിക്കോട് ജില്ല ഉണ്ട്, കണ്ണൂർ ജില്ല ഉണ്ട്, തൃശ്ശൂർ ജില്ല ഉണ്ട്. എവിടെ തിരുവനന്തപുരം? തിരുവനന്തപുരം ജില്ല ഉണ്ട്. ഏതൊക്കെ ജില്ല ഉണ്ടാവട്ടെ. അപ്പോൾ പല നാട്ടിൽ നിന്നുള്ളവരോട് ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തുകൂടി നമ്മൾ കൂടിയിരുന്നൊരു 5 ദിവസം താമസിച്ചു. അപ്പോൾ നിങ്ങളുടെ അറിവിൽ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ സത്യാന്വേഷണമായിട്ട് പോകാൻ ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് പോകും. അപ്പോൾ പല നാട്ടിലുള്ളവരാണെങ്കിലും നമ്മൾ സമാന മാർഗത്തിലുള്ളവർ ഒത്തുകൂടും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ 6 നാട്ടിലുള്ളവർ ഒത്തുകൂടി. പിന്നെ അവർ ഒത്തുകൂടിയാണ് പോണത് എല്ലാ സ്ഥലത്തേക്കും. അങ്ങനെ ഒത്തുകൂടി പല സ്ഥലത്തും പോയി അന്വേഷിക്കുമ്പം പല അനുഭവം അവർക്കുണ്ടാവും. ഉണ്ടാവില്ലേ? പല അനുഭവം ഉണ്ടാവും. ചിലത് വളരെ ആകർഷണത്തോടുകൂടി പഠിക്കാൻ തോന്നും. വളരെ നല്ല സ്നേഹപൂർണമായ സ്വീകരണവും സ്വാഗതവും ഭക്ഷണവും തത്വോപദേശവും ഒക്കെ കിട്ടും. പക്ഷെ ചില വിഷയങ്ങളിൽ മാത്രമേ തത്വോപദേശം ഉണ്ടാവുള്ളൂ. ചില വിഷയങ്ങളിൽ നല്ല ഉപദേശം കിട്ടും, ചില വിഷയങ്ങളിൽ കിട്ടില്ല. വേറെ ചില സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല, ഒരു ഉപദേശവും കിട്ടൂല. ചില കാലനേമിമാരുടെ അടുത്തായിരിക്കും എത്തുക. പല ജാതിയ പലരുടെ അടുത്ത് നമ്മളെത്തും, പലരുടെ അടുത്തെത്തും.
ആരുടെ അടുത്തേക്ക് എത്തുക എന്ന് പറയാൻ പറ്റില്ല. പൈസ വെക്കുക, എന്നിട്ട് ബാക്കി ഉപദേശം പിന്നെ ഇല്ലേ. ഞാൻ ഉപദേശിക്കുകയാണെങ്കിൽ ഇത്ര രൂപ ആദ്യം QR കോഡ് തരാം, അതെ, അത് കഴിഞ്ഞിട്ടേ കൊണ്ടു. ഇങ്ങനെയൊക്കെ പല തരത്തിലുണ്ടാവാം. ഏതൊക്കെ തരത്തിലാന്ന് പറയാൻ വയ്യ. ഗുരുനാഥ, എനിക്കൊരു മന്ത്രോപദേശം തരണം. തീർച്ചയായിട്ടും ആവാം. ചോദിക്കപ്പെട്ടത് ഗുരുനാഥൻ ഒരു പുരുഷദേഹമാണ്, ചോദിച്ചത് ഒരു യുവതിയായ സ്ത്രീദേഹമാണ്. തീർച്ചയായിട്ടും ആവാം. പക്ഷെ കുറച്ചൊരു താമസമുണ്ട്. എന്താ ഗുരുനാഥ നീട്ടി കൊണ്ടുപോകാണല്ലോ, ഞാൻ കുറേ പ്രാവശ്യമായല്ലോ ചോദിക്കണത്. അതൊരു 3-4 ദിവസം നമുക്ക് ഒന്നിച്ചൊന്ന് യാത്രയൊക്കെ ചെയ്ത് അത്യാവശ്യം ചില ഹോട്ടലിലൊക്കെ പോയി താമസിച്ച് അനന്തരം മന്ത്രോപദേശം തരാം. കഥയാണെന്ന് തോന്നുന്നുണ്ടോ? ചിലർക്ക് തോന്നും കഥയല്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ളതാണ്. അറിയുന്നത് മാത്രമേ പറയുള്ളൂ. അറിയുന്നത് മാത്രമേ പറയുള്ളൂ. ഇനി ഇതാരെ കൊണ്ട് പറഞ്ഞ അയാളുടെ നാളെ ചിദാനന്ദസ്വാമി ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണാം. അതൊന്നും നോക്കരുത്. നമ്മൾ ആരും ഒഴിവാക്കില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കും. അയാളായി അയാളെ പാടായി, നമ്മളായി നമ്മളെ പാടായി. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില സംഗതികളാണിതൊക്കെ. അത്രയേ പറയുന്നുള്ളൂ. വിദ്വാൻ സമ്യക് ഉപസന്നായ പ്രശാന്തചിത്തായ ശമാന്വിതായ പ്രോവാച. പറഞ്ഞു എന്നാണെങ്കിൽ കുഴപ്പമില്ല. ഇനി പറയണമെന്നാണെങ്കിൽ അത് നിർദ്ദേശമാണ്. ഏന യാതൊന്നിനെ കൊണ്ട് അക്ഷരം പുരുഷം സത്യം വേദ, നാശരഹിതമായ സത്യമായ പുരുഷനെ അറിയുന്നുവോ അങ്ങനെയുള്ള ഉപദേശം കൊടുക്കണം. താം ബ്രഹ്മവിദ്യാം. അതുകൊണ്ട് ഇതിൻ്റെ നല്ലൊരാഖ്യാനം നമുക്ക് കാണുക പ്രശ്നോപനിഷത്തിലാണ്. ഇവരെല്ലാവരും ഒത്തുചേർന്നു അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങൾ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പഠിപ്പിക്കും, അല്ലേ? ആ അനുഭവങ്ങൾ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പഠിപ്പിക്കും. അങ്ങനെ പോയി അവർ പിപ്പലാദ മഹർഷിയുടെ അടുത്തെത്തി. 6 പേര്. പിപ്പലാദ മഹർഷിയെ കണ്ട മാത്രയിൽ എവർക്ക് തോന്നി, ഏഷഹ വൈ സർവം ഭക്ഷ്യതീതി, ഇയാളെല്ലാം പറഞ്ഞു തരും കേട്ടോ. കാരണം അതുവരെ ഇവർക്ക് കഷ്ണവും വക്കും മുറിയും മൂലയാണ് കിട്ടിയത്. ഇവരുടെ ജിജ്ഞാസയ്ക്ക് പൂർണ്ണശമനം തരുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരതിനു മുമ്പ് കണ്ട വിദ്വാൻമാർ മോശക്കാരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില ഭാഗങ്ങളാണ് കിട്ടുന്നത്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഉടനെ തോന്നി, ഇദ്ദേഹം നമുക്കെല്ലാം പറഞ്ഞു തരും. എങ്ങനെ അവർക്ക് തോന്നി? അവരനുഭവം കൊണ്ട് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല, പ്രശ്നോപനിഷത്ത് പറഞ്ഞിട്ടുമില്ല. ഏഷഹ വൈ തത് സർവം ഭക്ഷ്യതി, ഇയാൾ നമുക്കെല്ലാം പറഞ്ഞു തരും. ചിലപ്പോൾ ജാടകളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ്. ഒരു ജാട ഉണ്ടാവില്ലായിരിക്കാം. ആ ആർജവം കണ്ടപ്പോഴായിരിക്കാം, നമുക്ക് പറയാൻ വയ്യ എന്താന്ന്. ശരി, അങ്ങനെ തേഹ സമിത്പാണയ ഭഗവന്തം വിപ്പലാദമുപസന്നാഹ, അവർ സമിത്പാണികളായിട്ട് 6 പേരും ഭഗവാൻ വിപ്പലാദ മഹർഷിയുടെ അടുത്ത് പോയി നമസ്കരിച്ച് ഉപസന്നന്മാരായി. അപ്പം മഹർഷിക്ക് മനസ്സിലായി എവരീ വരുന്നത് സംശയം ചോദിക്കാനാന്ന് മനസ്സിലായി. വരുന്ന കണ്ടറിയാലോ ഓരോരുത്തർ എന്തിനാണ് വരുന്നതെന്നുള്ളത്.
അപ്പോൾ വരുമ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർ സംശയം ചോദിക്കാനാണ് വരുന്നത്. മഹർഷി നിശ്ചയിച്ചു ഇവരെ കൊണ്ട് ചോദിക്കാൻ അനുവദിക്കരുത്. അതെന്തൊരു ദുഷ്ടനാത്! സംശയം ചോദിക്കാൻ വരുന്നവരെ സംശയം ചോദിപ്പിക്കുകയല്ലേ വേണ്ടത്? ആയിട്ടില്ല. മഹർഷി അവരോട് പറഞ്ഞു, ഓ, നിങ്ങൾ നല്ല ബ്രഹ്മനിഷ്ഠന്മാരാണല്ലോ, കേമന്മാരാണ്. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം എത്ര മിടുക്കന്മാരാണ് നിങ്ങൾ. നിങ്ങളെപ്പോലത്തെ മിടുക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സന്തോഷമാണ്. പോരാ, ആദ്യമേ പോരാന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല, ആദ്യം പ്രശംസിച്ചു, നിങ്ങൾ വലിയ ബ്രഹ്മനിഷ്ഠന്മാരാണ്. എങ്കിലും ഒരു കാര്യം ചെയ്യണം. ശ്രദ്ധയാ തപസാ ബ്രഹ്മചര്യേണ സംവത്സരം സംവത്സ്യഥ. തപസ്സും ശ്രദ്ധയും ബ്രഹ്മചര്യവും പാലിച്ചുകൊണ്ട് 1 വർഷം എൻ്റെ കൂടെ താമസിക്കൂ. 1 വർഷം എൻ്റെ കൂടെ താമസിക്കുന്നല്ല, സംവത്സരം സംവത്സ്യതാന്നല്ല, അത് എളുപ്പമാണ്. തപസ്, ശ്രദ്ധ, ബ്രഹ്മചര്യം ഇവയോടുകൂടി ആ കാലഘട്ടത്തിനിടയ്ക്ക് തപസ്സിനെ മുടക്കാനുള്ള പല പരിപാടിയും ഗുരു തന്നെ ചെയ്യും. ആ കാലത്തിനിടയ്ക്ക് ശ്രദ്ധ ഇല്ലാണ്ടാക്കാനുള്ള പല പരിപാടിയും ഗുരു തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും ഉപദ്രവം പോവാൻ വെച്ചാൽ പോട്ടെ അത് അല്ല. ബ്രഹ്മചര്യേണ വേദാധ്യയനം, ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയവ. അങ്ങനെ 1 കൊല്ലം താമസിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അല്ല, ഒരിക്കലും എളുപ്പമല്ല. ഗുരുനാഥൻ്റെ കൂടെ 1 കൊല്ലം താമസിക്കുക എന്ന് പറഞ്ഞാൽ അതികഠിനമാണ്. നമ്മളെ ചട്ടിയിലിട്ട് വറക്കണ പോലെ വറക്കും. നമ്മുടെ ഉള്ളിലുള്ള പലതും പുറത്ത് വരുത്തിപ്പിക്കും. പലതും. ചിലത് പുറത്ത് വന്നാൽ മാറണമെങ്കിൽ കാലത്ര പിടിക്കും. ഒരു സ്വാമിജി ഉണ്ടായിരുന്നു അത്രേ, ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടതാണ്. നമ്മുടെ സ്വാമിജി പറഞ്ഞതാണ്. വളരെ അടുപ്പമായിരുന്നു അത്ര അവർ രണ്ടാളും. ഈ തത്വം അങ്ങനെ സാധാരണക്കാർ വന്നാൽ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ജിജ്ഞാസുക്കളായിട്ട് വേദാന്തം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി. ആ കാലത്ത് ഈ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഈ നൂല് ഉണ്ട നൂലല്ലാതെ ഇങ്ങനെ നടുക്കൊരു പേപ്പറിൻ്റെ ഒരു സാധനമായിട്ട് ഉള്ളതുണ്ടായിരുന്നു അത്ര. ഇപ്പം ഉണ്ടോ അത്? അതായത് നീളത്തിലുള്ള ഒരു സ്പിൻഡിലായിട്ടല്ല, അങ്ങനെയല്ല, ഒരു പേപ്പർ അതിന് ചുറ്റും ഇങ്ങനെ ഉണ്ടാവും. ഈ നൂലെടുത്തിട്ട് ഈ നടുവത്തെ പേപ്പർ അങ്ങ് എടുത്ത് കളയും സ്വാമി. എന്നിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെയാക്കും, എന്നിട്ട് കൊടുക്കും, നിവർത്തി കൊണ്ടുവരുമെന്ന്. എന്താ ഇത് നിവർത്തി കൊണ്ടുവരുമോ? ഇതൊരു ഭാഗത്ത് നിവർത്തുമ്പോൾ മറ്റേ ഭാഗം കുടുങ്ങും. പൊട്ടിയാൽ പോയി, പൊട്ടാൻ പാടില്ല. ഒരു ഭാഗം നിവർത്തുമ്പോൾ മറ്റേ ഭാഗം കൊടുക്കും, മറ്റേ ഭാഗം നിവർത്തുമ്പോഴോ ഈ ഭാഗം കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ 1 2 ദിവസം പണിയെടുത്താൽ ചിലപ്പം ചിലവർക്ക് ശരിയാവും. അത്രയേ ഉള്ളൂ. ഭൂരിഭാഗവും വിട്ടുപോകും. വേറെ പണിയില്ല. ഇവിടെ ഈ ചങ്ങായിൻ്റെ അടുത്ത് വന്നത് നൂല് നൂൽക്കാനാണ്. ഇങ്ങനെ കുറേ ഭ്രാന്തന്മാർ അവിടെ ഇവിടെ ഇരുന്ന് ഓരോന്ന് പറയണത് കേട്ടിട്ട് ഞങ്ങളെപ്പോലുള്ള വിഡ്ഢികൾ വിശ്വസിച്ച് വരികയാണ്. ഏതായാലും 1 വർഷം താമസിച്ച ശേഷം അനന്തരം മാത്രം, അതിന് മുമ്പില്ല. മുമ്പ് മിണ്ടിപ്പോരുത്, ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പാടില്ല. അനന്തരം യഥാകാമം പ്രശ്നാൻ പൃച്ഛത, ഇഷ്ടമുള്ള ചോദിച്ചോളൂ. ഇന്ന വിഷയം ചോദിക്കാവൂ, ഇന്നതിനെ പറ്റിയേ ചോദിക്കാവൂ, ഈശ്വരനെ പറ്റിയേ ചോദിക്കാവൂ, ആത്മാവിനെ പറ്റിയേ ചോദിക്കാവൂ. ഒന്നുമില്ല, യഥാകാമം ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. യദി വിജ്ഞാസ്യാമഹ, നമുക്ക് അറിയുമെങ്കിൽ സർവം ഹവോ ഭക്ഷ്യാമ, മുഴുവൻ പറഞ്ഞു തരും. കുറച്ചൊന്നുമല്ല, കഷ്ണം മുറിയൊന്നും അല്ല പറഞ്ഞു തരാം, മുഴുവൻ പറഞ്ഞു തരും. അറിയുന്നതാണെങ്കിൽ. എല്ലാം അറിയുമെന്ന് പറഞ്ഞിട്ടില്ല,
എന്നൊക്കെ ഗുരുനാഥൻ്റെ വിനയം നോക്കൂ. യതി വിജ്ഞാസ്യാമഹ. അതെല്ലാം അറിയാത്തോണ്ടാ? അല്ല. 6 പ്രശ്നങ്ങൾ ഓരോരുത്തരും 6 പ്രശ്നം ചെയ്തു. 6 പ്രശ്നത്തിന് പരിഹാരവും പറഞ്ഞു കൊടുത്ത് അവസാനം ഗുരു പറഞ്ഞിട്ടുണ്ട്, നാഥപരമസ്തി, ഇതിനപ്പുറത്തൊന്നുമില്ല, പോയിക്കോ. ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയാൻ കഴിയുന്ന ആളാണ് എന്ത് പറഞ്ഞത്? യതി വിജ്ഞാസ്യാമഹ എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ സമ്പ്രദായം. സമ്പ്രദായത്തിൽ നിന്ന് വ്യതിചലിച്ചുകൂടാ. വലിയ പ്രശ്നമാണ്. വലിയൊരു വേദാന്ത പണ്ഡിതനുണ്ടായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകും. വലിയൊരു വേദാന്ത പണ്ഡിതനാണ്. അനേക ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആളാണ്. മലയാളിയായിരുന്നു. വലിയ വേദാന്ത പണ്ഡിതനാണ്. അദ്ദേഹത്തെ നമ്മളൊക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. സന്യാസിയല്ല, ഗൃഹസ്ഥനായിരുന്നു. മരണം വരെ ഗൃഹസ്ഥനായിരുന്നു. വലിയ. അപ്പോൾ അദ്ദേഹത്തെ നമ്മളൊരിക്കൽ അദ്വൈതാശ്രമത്തിൽ ഒരു പ്രഭാഷണത്തിന് വിളിച്ചു. അദ്ദേഹം പ്രഭാഷണത്തിന് വന്നു. പ്രഭാഷണം ചെയ്തു. എന്നിട്ട് പ്രഭാഷണം ചെയ്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും മറുപടി പറയും, എന്നെ ഉത്തരം മുട്ടിക്കാമെന്ന് നിങ്ങൾ ഇതൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞാൽ പോരെ. എന്നെ ഉത്തരം മുട്ടിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടെന്ന്. അപ്പോൾ ഈ കൂട്ടത്തിലൊരു രസികൻ ഒരാളുണ്ട്, ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തിന് അക്കാലത്ത് തന്നെ ഒരു 84-85 വയസ്സുണ്ട്. വലിയ അദ്ദേഹം മരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി, താമ്രപത്രമൊക്കെ വാങ്ങിയ ആളാണ്. അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും 2 പെൻഷനും ഉണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ DYSPക്കേ പറ്റുള്ളൂ, CIക്കൊന്നും പറ്റില്ല. താമ്രപത്രം വാങ്ങിയ ആളാണ്. ഒരു രസികനാണ്, ബഹുരസികൻ. അയ്യോ, എല്ലാ പരിപാടി ഉണ്ട് മൂപ്പരുടെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അല്പം മുന്നോട്ട് നീങ്ങില്ല. അങ്ങനെയാണ്. വയസ്സ് 85 ആ തൻ്റെ ഉണ്ടല്ലോ, അപാരായിരുന്നു. ഒരിക്കൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൻ്റെ അന്ന് മൂപ്പര് വടകര കോടതിയുടെ മുമ്പിൽ ഇരുന്ന് ഒച്ചത്തിൽ വന്ദേ മാതരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി വിളിപ്പിച്ചു. അകത്തേക്ക് വിളിപ്പിച്ചു. നോക്കുമ്പോൾ ഇദ്ദേഹം പ്രസിദ്ധനാണ് അവിടെ. പക്ഷെ വിളിപ്പിച്ചതിക്ക് കോടതിക്ക് എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുമോ? കോടതി പരിസരത്ത് ശബ്ദമുണ്ടാക്കരുതെന്ന് അറിയില്ലേ? ഓ, അറിയാം. എന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? മറുപടിയില്ല. എന്നാൽ ഇന്ന് കോടതി തീരണത് വരെ അവിടെ ഇരിക്കണം. അതാണ് ശിക്ഷ. ഇരിക്കാം. ചായയൊക്കെ സമയത്തിന് എത്തിച്ചെന്നാൽ മതി. അതിന് ഇയാൾ തമാശയല്ല. കുറച്ച് നേരം കഴിഞ്ഞു. ഇത് വടകര അറിയുന്നവർക്കറിയാം. അവിടെ ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് കോടതി. തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്. ഉച്ചയ്ക്ക് അവിടുന്ന് അല്ലാഹു അക്ബർ ഒച്ചത്തിൽ. ഉടനെ ഇയാൾ ഓടിപ്പോയി മൈസൂരിടാൻ പോയിട്ട്, അല്ല ഇതെന്തോലോ കേൾക്കണത്, ഇതെന്താ? കോടതി പരിസരത്ത് ഇത്ര ശബ്ദം ഞാൻ എടുത്തിട്ടില്ലല്ലോ. മൈസൂരിട്ട് ചിരിച്ചുപോയി. മൈസൂരിട്ട് മനുഷ്യനല്ലേ. ആ കൃഷ്ണേട്ടൻ പോയിക്കോ കഴിഞ്ഞു. ഞാനത് രസികനാണ്. ഒരിക്കൽ RTO ഓഫീസിൽ, അവിടെ RTO വൈകുന്നേരം 5 മണിക്ക് RTO ഓഫീസിൻ്റെ സമയം കഴിയും. RTO അവിടെ സന്ധ്യ കഴിഞ്ഞാൽ ഇരിക്കും. വെഹിക്കിൾ ഇൻസ്പെക്ടറും മറ്റവരൊക്കെ പോയി കഴിഞ്ഞാലും RTO ഇരിക്കും. 6 മണി കഴിഞ്ഞാൽ ഒരു 8 മണി വരെ ചില്ലാനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇയാൾ പോയി. അപ്പോൾ വേറെ ആരുമില്ല, വേറെ ജീവനക്കാരൊന്നുമില്ല. വെഹിക്കിൾ ഇൻസ്പെക്ടർ പോയിട്ടുണ്ട്, ഒക്കെ പോയിട്ടുണ്ട്. RTO അങ്ങനെ ഇരിക്കുന്നുണ്ട് സുഖമായിട്ട്. എന്താടാ അവിടെ ഇരിക്കണമെന്ന്? ഇതെൻ്റെ ഓഫീസാണ്, എൻ്റെ അടുത്ത്. ഉടനെ പോയി വായ പിടിച്ച് കാർക്കിച്ച് അങ്ങോട്ട് തുപ്പിക്കൊടുത്തു വായിലേക്ക്. എന്താ ചെയ്യുക? ഇയാൾ ഉടനെ വിളിച്ചോന്ന് പോലീസിലേക്ക് വിളിച്ചു. ഉടനെ ഇയാളെ അറസ്റ്റ് ചെയ്യണം, ഉത്തരവായി. അപ്പോൾ CI വന്നു. നോക്കുമ്പോൾ ഇത് ആളാരാ? ആള് കൃഷ്ണേട്ടനാണ്. അയ്യോ, കൃഷ്ണേട്ടൻ അറസ്റ്റ് ചെയ്യാൻ ഞാൻ പോരാ, എന്നാൽ DYSPനെ കൊണ്ടുവരണമെന്നായി. DYSP വന്നു, പിടിച്ച് എന്നാൽ ഒരു ചായ വാങ്ങിക്കൊടുന്നു. ആരോട്? DYSPനോട് ചായ വാങ്ങിക്കൊടുത്തു. ശരി, ഞാൻ ഇങ്ങ് പോയിക്കേ നാടൻ ഭാഷയിൽ പറഞ്ഞു. അങ്ങനത്തെ ആളാണ്.
ഇയാളെ പറ്റി എന്ത് പറയാനാ? അതാണ് PK കൃഷ്ണൻ. ഇദ്ദേഹം വേഗം ഈ പണ്ഡിതൻ്റെ അടുത്ത് പോയി. എന്തും ചോദിക്കാമെന്നാണല്ലോ. നിങ്ങൾ എന്നാ മരിക്കുക എന്ന് ചോദിച്ചു. സത്യം കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ ഉണ്ടായതാണത്. ഇത് യാതൊരു മാലിന്യവും ഇല്ല, ഒരല്പവും. ആരോടാ ചോദിച്ചതെന്ന് പറയുന്നില്ല. അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. ഇയാൾക്ക് പറയാൻ കഴിയുമോ എന്നാ മരിക്കുക എന്ന്? കഴിയുമോ? നിങ്ങൾ എന്തൊരു അധ്യപ്രസംഗമാണ്, ഒരു ആധ്യാത്മിക പ്രഭാഷണം ചെയ്യാൻ വന്ന ആളോട് ഇങ്ങനെയാണോ സംശയം ചോദിക്കുക? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് എന്തും ചോദിക്കുക, എന്തിനും മറുപടി ഉണ്ട്, എന്നെ ഉത്തരം മുട്ടിക്കാൻ പറ്റില്ല എന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ പ്രായം നിങ്ങളെക്കാൾ കുറച്ചും കൂടി എനിക്ക് അധികം ഉണ്ട് എന്നും പറഞ്ഞ് ഇയാൾ പോയി. മോറ്റയാൾക്ക് വലിയ ദേഷ്യം പിടിച്ചു. പിന്നെ അയാൾക്ക് സംശയമില്ല, മറുപടിയില്ല. അപ്പം തന്നെ എണീറ്റു. സംഗതി പോയി, സ്ഥലം വിട്ടു. അതുകൊണ്ട് നമ്മുടെ സമ്പ്രദായം അതല്ല. സമ്പ്രദായം ഇതാണ്: യദി വിജ്ഞാസ്യാമഃ സർവം ഹവോ വക്ഷ്യാമഃ. അപ്പോൾ തത്വതഃ ബ്രഹ്മവിദ്യാം പ്രോവാച. തത്വതഃ അഥവാ തത്വതഃ എന്നുള്ളത് മുമ്പിൽ പറയണം. പാരമാർത്ഥികമായിട്ട് അക്ഷരപുരുഷനെ, സത്യത്തെ തത്വതഃ പാരമാർത്ഥികമായി ഉപദേശിക്കുക, അല്ലെങ്കിൽ തത്വതഃ പാരമാർത്ഥികമായി ബ്രഹ്മവിദ്യയെ ഉപദേശിക്കണം. ആര്? ഗുരുനാഥൻ. ആർക്ക്? അവന്. ആർക്ക്? പ്രശാന്തചിത്തായ, ശമാന്യുതായ, സമ്യക് ഉപസന്നായ. അപ്പം അത് കഴിഞ്ഞു. അല്ല, ഉപദേശിച്ചു എന്ന് യഥാർത്ഥമായ അർത്ഥം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, എന്തുപദേശിച്ചു? അത് രണ്ടാം മുണ്ടകം മുതൽ അങ്ങോട്ടാണ്. അതിപ്പോൾ ഇപ്രാവശ്യം വേണ്ട. അപ്പം എന്ത് വേണം? നമ്മൾ എന്താവണം? പ്രശാന്തചിത്തനാവുക, ശമാന്യുതനാവുക. അതാണ് വേണ്ടത്. അതിനുള്ള പണി എടുക്കുക. ശരി.